ഇളയരാജയുടെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു പാട്ടാണ് ഇളയനില. പൈനങ്ങൾ മുടിവതില്ലേ എന്ന സിനിമ 82-ൽ ഇറങ്ങിയ സിനിമയിൽ നടൻ മോഹൻ ഗിറ്റാറൊക്കെ വെച്ച് തകർത്തഭിനയിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. ശരിക്കും ഈ പാട്ട് ഈ സിനിമയിൽ വരേണ്ടതല്ല. മറ്റൊരു സിനിമയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 80 എന്ന വർഷം ബാലു മഹേന്ദ്ര ഡയറക്ട് ചെയ്തിട്ടുള്ള മൂടുപനി എന്നൊരു സിനിമയുണ്ട്. നിങ്ങൾ പലരും ആ സിനിമ കണ്ടിട്ടുണ്ടാവും. അതിലെ പാട്ടുകൾ, സിനിമ കണ്ടില്ലെങ്കിൽ അതിലെ പാട്ടുകളൊക്കെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അതിൽ പ്രതാപോത്തനും ശോഭയുമായിരുന്നു അഭിനയിച്ചിരുന്നത്. ശോഭ വളരെ തിളങ്ങി നിന്നിരുന്ന ഒരു നായികയായിരുന്നു. അവരുടെ അവസാനത്തെ സിനിമയായിരുന്നു മൂടുപനി. ഒരു സൈക്കോപാത്തിന്റെ ഒരു കഥയാണ്. പ്രതാപോത്തൻ പിന്നീട് അത്തരത്തിലുള്ള കുറെ ക്യാരക്ടേഴ്സ് ടൈപ്പ് കാസ്റ്റ് ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും അതിലൊരു പാട്ടുണ്ട്, എൻ ഇനിയ പൊൻ നിലാവേ എന്ന പാട്ട്. നല്ല രസമുള്ള ഒരു പാട്ട് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഇളയനില പോലെ തന്നെ ഒരു ഗംഭീര ഇളയരാജയുടെ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് തന്നെയാണ്. ശരിക്കും അന്ന് ആ ഒരു സിനിമയിൽ ആ ഒരു രംഗത്തിൽ ഇതേപോലെ നായകൻ ഗിറ്റാറൊക്കെ വെച്ച് പാടുന്ന ഒരു രംഗമാണ്. അതിന് ബാലു മഹേന്ദ്ര പറഞ്ഞു ഇളയരാജ ആദ്യമായിട്ട് ബാലു മഹേന്ദ്രയായിട്ട് ഒന്നിക്കുന്ന സിനിമയാണ്. ആ സിനിമയിൽ ഇളയരാജയുടെ 100ാമത്തെ സിനിമയാണ്. അങ്ങനെ കുറെ പ്രത്യേകതയുണ്ട് ആ മൂടുപനി എന്ന സിനിമയിൽ. അപ്പൊ അന്ന് ബാലു മഹേന്ദ്ര പറഞ്ഞ സിറ്റുവേഷൻ ഇളയരാജ ആദ്യം ഈണമിട്ട ഒരു മ്യൂസിക്, ആ മ്യൂസിക് പക്ഷെ അന്ന് ബാലു മഹേന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പകരം ബാലു മഹേന്ദ്ര പറഞ്ഞു വീണ്ടും ഒന്നുകൂടി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇളയരാജ ഇളയരാജയെ കുറിച്ച് പലരും പറയാറുണ്ട്, ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെയാണ് ഒരു സോങ് ഒക്കെ കമ്പോസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പലപ്പോഴും സത്യനാന്തിക്കാടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കുറച്ച് ദിവസം ബാഗൊക്കെ എടുത്തിട്ടായിരിക്കും ഇളയരാജയുടെ അടുത്ത് പോവുക മ്യൂസിക് ചെയ്യാനായിട്ട്. പക്ഷെ ഇളയരാജ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ 4-5 പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തി തരും. അതുകൊണ്ട് ഒരു പ്രത്യേക കഴിവാണ്. അങ്ങനെ അദ്ദേഹം ആദ്യം ഇട്ട മ്യൂസിക്, ഇളയരാജ ആദ്യം ചെയ്ത മ്യൂസിക് ബാലു മഹേന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാലു മഹേന്ദ്ര പറഞ്ഞത് മാറ്റി പിടിക്കാൻ പറഞ്ഞ് അപ്പൊ തന്നെ മാറ്റി പിടിച്ചു. വീണ്ടും വേറൊരു മ്യൂസിക് ഇട്ടു, അത് ഓക്കെ എന്ന് പറഞ്ഞു. ആ പാട്ടാണ്, ആ മ്യൂസിക്കാണ് എൻ ഇനിയ പൊൻ നിലാവേ എന്നുള്ള പാട്ട്. എന്നാൽ ഇളയരാജ അന്ന് ഇട്ട ഈണം അത് പുള്ളി മാറ്റി വെച്ചില്ല. അല്ല, മാറ്റി വെച്ചു, മറന്നുപോയില്ല, അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്തില്ല. അദ്ദേഹം അത് കറക്റ്റായിട്ട് ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ യൂസ് ചെയ്തു. അതാണ് പൈനങ്ങൾ മുടിവതയിലെ എന്ന സിനിമയിൽ സുന്ദരരാജൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സിനിമ. ആ സിനിമയിൽ ഇതുപോലെ തന്നെ ഗിറ്റാർ വെച്ച് നായകൻ, അത് മറ്റൊരു സിറ്റുവേഷനാണ്, പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ടിട്ടു. അതാണ് ഇളയനില എന്നുള്ള പാട്ട്. അത് ഒന്നും പറയാനില്ല, അതൊരു ഗംഭീരമായിട്ടുള്ള പാട്ടാണ്. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ കാണുമ്പോൾ, നമുക്ക് ഇന്ന് കാണുമ്പോൾ ചിലപ്പോൾ തോന്നും, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിന്റെ ഒരു പിക്ചറൈസേഷൻ ഒക്കെ കുറച്ചും കൂടി നന്നാക്കിയിട്ട്. പക്ഷെ അന്ന് ആ ഒരു ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ആ ഒരു കഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് പല സിനിമകളെ കുറിച്ച് നമ്മൾ ഇന്ന് കാണുമ്പോൾ പല ഗാന ചിത്രീകരണങ്ങൾ കുറച്ചുകൂടി മനോഹരമാക്കാമായിരുന്നില്ല എന്നൊക്കെ തോന്നും. അങ്ങനെ എനിക്ക് തോന്നിയ ഒരു പാട്ടാണത്. പക്ഷെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കും. അതാ ഒരു പാട്ടിന്റെ ബ്യൂട്ടി. പിന്നെ മോഹൻ എന്ന് പറയുന്ന നടൻ, അദ്ദേഹം 80കളിൽ നമ്മൾ ഇവിടുത്തെ ശങ്കർ പോലെയായിരുന്നു അദ്ദേഹം ഒരുപാട് ഹിറ്റ് പാട്ടുകൾ, സിൽവർ ജൂബിലി മോഹൻ, മൈക്ക് മോഹൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹം അതിഗംഭീരമായിട്ടാണ് ആ ഒരു സിനിമയിൽ പാടി അഭിനയിച്ചിട്ടുള്ളത്. അന്ന് ഈ പറയുന്ന എൻ ഇനിയ പൊന്നു നിലാവേ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇളയനില എന്നുള്ള മ്യൂസിക് അദ്ദേഹം മാറ്റിവെച്ച് അത് ഇവിടെ കൊണ്ട് ഇളയരാജ പ്ലേസ് ചെയ്തു. അത് ഇവിടുത്തെ സംവിധായകൻ, പൈനങ്ങൾ മുടിവതിലെ സംവിധായകൻ അത് ഓക്കെ പറഞ്ഞുകൊണ്ട് അതിൽ ഉൾപ്പെടുത്താൻ പറ്റി. പിന്നെ ഈ 2 പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇളയനില ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ശങ്കർ എന്ന നടൻ നമുക്കറിയാം, മലയാളത്തിലും തമിഴിലും 80കളിലെ സ്റ്റാർ ആയിരുന്നു. തമിഴിലാണ് ഒരു തലൈരാഗത്തിലൂടെയാണ് വന്നത്. പിന്നെ മഞ്ഞു വിരിഞ്ഞ പൂക്കൾ വന്നു. മഞ്ഞു വിരിഞ്ഞ പൂക്കളും കൂടി ഹിറ്റായി. ഒരു തലൈരാഗം ഓൾറെഡി അവിടെ ഹിറ്റ്. അപ്പൊ 2 സിനിമയും 2 ഇൻഡസ്ട്രിയിൽ ഹിറ്റായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് 2 സ്ഥലത്തും ഒരുപോലെ ഓഫറുകൾ വന്നു. അപ്പൊ കുറെ ഓഫേഴ്സ് അദ്ദേഹത്തിന് തമിഴിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് മലയാളത്തിലെ തിലക്ക് കാരണം. അങ്ങനെ അദ്ദേഹം ഒഴിവാക്കിയ ഒരു സിനിമയായിരുന്നു ഈ പൈനങ്ങൾ മുടിവതില്ലേ എന്നുള്ള സിനിമ. അത് ഒഴിവാക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മോഹന് പകരം ഇളയനില എന്നുള്ള ഒരു ഗാനരംഗം ശങ്കർ അഭിനയിക്കേണ്ടിയിരുന്നതാണ്. അപ്പൊ പലവരും ഇപ്പൊ പറഞ്ഞ പോലെ ചില മാറ്റങ്ങൾ മറ്റു ചിലവർക്ക് ഗുണമോ എല്ലാം ഒരു നിമിത്തമാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞു വന്നത് ഇളയരാജയുടെ ഈ ഇപ്പുറത്ത് യൂസ് ചെയ്യാൻ പറ്റാത്ത പാട്ട് ഇളയരാജ 2 വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു സിനിമയിൽ ഇട്ടു, ഇനിയിപ്പോ നിലാവ് ഇളയുന്നില്ല. ഈ 2 സിനിമയിൽ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം രണ്ടും 2 തരത്തിലുള്ള പാട്ടുകളാണ്, 2 മൂഡിൽ ഇരുന്ന് കേൾക്കുന്ന പാട്ടുകളാണ്. നിങ്ങളുടെ ഫേവറേറ്റ് പാട്ട് ഏതാണ്? നിങ്ങൾ കമന്റ് ചെയ്യും.